അത് കിട്ടിയാണ് ഫുട്ബോൾ ആകുമ്പോ വീഴും സ്വാഭാവികം. പക്ഷെ ഇത് ടാറായി പോയി. അത്രേ ഉള്ളൂ. കളിടാ അത്ര നീ കളിടാ. റൊണാൾഡോ മരിപ്പങ്കോട്ടിന്റെ റൊണാൾഡോ മെസ്സി വടമേ ഹരി ഇപ്പൊ നമ്മളിവിടെ നടക്കുന്നത് ഫിഫ നടത്തുന്ന ശ്രീകുമാർ ട്രോഫിയാണ്. ശ്രീകുമാർ ട്രോഫിക്ക് വേണ്ടി പൊരുതുന്നത് ശ്രീകുമാർ ട്രോഫിക്കായി പൊരുതുന്നത് ഹരി SP വാട ഒറ്റയ്ക്ക് പൊരുതുകയാണ്. ഓ എനിക്കോട് കളിക്കറിയാം. അയ്യോ മാൻ ആർക്കും ബോൾ കൊടുക്കില്ല എന്ന്. ശ്രീകുമാർ ട്രോഫിയിൽ ഇതുവരെ ആരും ഗോൾ അടിച്ചിട്ടില്ല. ഇത് ശ്രീകുമാർ കാണുന്നതെങ്കിൽ ട്രോഫി വിതരണത്തിനായിട്ട് ഉടൻ തന്നെ വളവുമൂലയിൽ നിന്ന് എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സ്വന്തം അച്ഛന്റെ പേരിലുള്ള ട്രോഫി വാങ്ങിക്കാൻ പ്രതീക്ഷിച്ച് ആൽമര ചോട്ടിലിരിക്കുന്ന ഹരി എന്താണ് ഫുട്ബോളിന്റെ ഈ ടൂർണമെന്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ശ്രീകുമാർ ട്രോഫി ആരെടുക്കുമെന്നാണ്? ഓപ്ഷൻ A അമ്പാടി, ഓപ്ഷൻ B ഹരി. ഞാനൊരു കാര്യം പറയട്ടെ, വാസ്തവമായിട്ട് ഇവിടെ ഗോൾ പോസ്റ്റ് ചിരന്ത വിലയാണ്. തൊട്ടാൽ പൊട്ടുന്ന ചിരന്ത വിലയും കൊണ്ട് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രീകുമാർ ട്രോഫിയിൽ ശ്രീകുമാർ നിർബന്ധിതമായി നല്ല ഗോൾ പോസ്റ്റ് എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. എന്താടാ ഹരി അതായത് നമ്മളെ ബിച്ചു നമ്മളെ ഉള്ളിലാട് ചിത്തും കൂടി കളത്തിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ ശ്രീകുമാർ ട്രോഫി മാറ്റി ഗുളികൻ ട്രോഫി നമുക്ക് ഉടൻ തന്നെ ഇറക്കാമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, നാരായണ ചേട്ടൻ ഫുട്ബോളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വാശി എന്തിനാ കാലടിച്ച വീഴെന്ന് പറയുന്നത് കേട്ടാ. പിന്നെ മനഃപൂർവ്വം വീഴാനുള്ള പരിപാടിയാണ്. വേറെ രണ്ട് മുളങ്കാലും പോയി. ഒരു കാര്യം പറയാം, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അത് പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നമാണ്. ഞാൻ വേണ്ട പറയണ്ട. ജിമ്മിൽ വെച്ചുള്ള ഫോട്ടോകളെല്ലാം തൊടാൻ പറ്റില്ല. നമ്മളിവിടെ വയലിലും സ്ഥിരം ഇതാണ് കളിക്കുന്നത്. അത് ചെരുപ്പൊന്നും ഇല്ല. അത് കുഴപ്പമില്ല. ഈ ബൂട്ടിന്റെ അടിയിലൊക്കെ കിട്ടും. ചെരുപ്പ് ഷൂ ഇല്ലാതെ അത് ഇനിയും കുഴപ്പമില്ല. മറ്റേ അതില്ല, കട്ട് വീഴ്ചകളില്ല. കാര്യം പറഞ്ഞപ്പോഴേ you look yeah man റൊണാൾഡോ അഭിചാട്ടന്റെ അടുത്ത് അഭിചാട്ടന്റെ അടുത്ത് പറയുമ്പോ ശ്രീകുമാർ ട്രോഫി ആര് പൊക്കുമെന്ന് നീയല്ലടേ നിശ്ചയിക്കേണ്ടത്. ഓ ആകെ അറിയുന്നുള്ള 5 ഇംഗ്ലീഷ് ആക്കോട്ടോ അങ്ങനെയൊക്കെയാണ്.